ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ആരാളെ നോക്കിക്കേ, സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. നമ്മളെ സ്വന്തം ചിത്രനാട്ടോ അവിടെ ഉള്ളത്. നമ്മൾ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ചിത്രം ബ്രോനെ കാണുന്നത് ഇവിടെ നിന്നല്ല കേട്ടോ, ഇതിന് മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോ തൊട്ടാണ് തുടങ്ങുന്നത്. ലാസ്റ്റ് വീഡിയോ എവിടെയാണ് വൈൻഡപ്പ് ചെയ്തത്, അവിടെ മുതലാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. അതെ, നമ്മളേതാ ഭാഷ സംസാരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പല ഭാഷയും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതേതാ ഭാഷ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വീഡിയോ എടുക്കാം. രാവിലെ തന്നെ രണ്ട് ഫോറിനേഴ്സ് സൈക്കിളിൽ പോകുന്നുണ്ട്. നമ്മൾ അവിടുത്തെ തന്നെ പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ നേപ്പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞു നമ്മൾ ഇവരോട് തന്നെ ജോയിൻ ചെയ്ത കേട്ടോ. ഇത് എഡ് എന്ന് പറഞ്ഞ പുള്ളിയാണ് കേട്ടോ. മറ്റേ പുള്ളിക്കാരത്തിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പൊക്കാര വരെ പോകാമെന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. കാരണം ഞാൻ ഒറ്റക്കാണ്, എനിക്കൊരു കമ്പനിയും കിട്ടും. പിന്നെ വെറുതെ പെട്ടെന്ന് പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഇതാക്കിയിട്ട് പോവാം കേട്ടോ. ഇവിടെയൊക്കെ ഏതോ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രഷ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇവർ കഴിക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് കഴിക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് രണ്ടുപേരെ കണ്ടുപിട്ടിയാട്ടോ. വാട്ട്സ് യുവർ നെയിം? ബക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരാട്ടോ. വെരി ഫ്രോം? Both from England, but we started cycling in Tajikistan. Tajikistan. How much a month you are traveling? 3 months. 3 months. Yeah. Oh, 3 months on the bicycle, yeah. Very good. We had some problems in Pakistan because the car went over my wheel. We were waiting a long time for repair. We did some hiking for a few days, for maybe 2 weeks, and then back on the bicycle. We just did around Annapurna in Nepal, really nice. അന്നപൂർണ്ണൊക്കെ കറങ്ങിയിട്ട് വരും കേട്ടോ. നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലമായിരുന്നു അന്നപൂർണ്ണ. ഇവർ രണ്ടുപേരും കംപ്ലീറ്റ് ചെയ്തു. അത് സൈക്കിൾ, ഇതാ അവരെ സൈക്കിളാട്ടോ ഇത് കിടക്കുന്നത്. ഈ രണ്ടും അവരെ സൈക്കിളാണ്. അപ്പോൾ നമ്മൾ പോകാൻ വിചാരിച്ചാണ്, നമുക്ക് പറ്റിയില്ല. 15 ദിവസം ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം മാറ്റി മറിച്ച്. നൈസ് ടു മീറ്റ് യു ഗൈസ്. ഞങ്ങളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാ രണ്ടുപേരുണ്ട്, മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എനിക്കൊരു കമ്പനി കിട്ടിയതിനെ കൊണ്ട് കുറച്ച് സ്പീഡിലാട്ടോ പോകുന്നത്. ആദ്യം സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ, ഇപ്പോൾ സ്പീഡായിട്ടുണ്ട്. ഇനിയും കുറേ ദൂരങ്ങൾ പോകാണ്ട്. കയറ്റം കയറിയിട്ടാണ് ഇറങ്ങാൻ. നമ്മളങ്ങനെ ഇതാ മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അവരുണ്ട് നമ്മുടെ കൂടെ തന്നെ. അവരെ ഗിയറൊക്കെ സെറ്റാണ്, സാധനം കുറവാണ്. കയറി അങ്ങ് പോകും. ഇന്ന് നോക്കി ഇവിടെയൊക്കെ ഗ്രാമങ്ങൾ, നമ്മൾ ആസ് യൂഷ്വൽ കാണുന്ന മലയുടെ മുകളിലുള്ള കുറേ ഗ്രാമങ്ങളാട്ടോ. അത് മൊത്തം എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ച എന്നറിയാമോ കാണാൻ. നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടാട്ടോ പോകുന്നത്. നമ്മൾ വന്നത് റൂട്ടിന് വെച്ചാൽ താഴെ കണ്ടോ, ഒരു കയറ്റം പോലെ ആ വഴിക്കാട്ടോ നമ്മൾ കയറി വന്നത്. ഇതാ ഈ കാണുന്നൊക്കെ നമ്മൾ കയറി വന്നതാണ്. ഇതാ നമ്മളെ പുള്ളിയുണ്ട് ഇവിടെ, എഡുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ പോവാം. അവരങ്ങ് എത്തി കേട്ടോ. അപ്പോൾ പെൺകൊച്ചങ്ങ് എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ കയറുന്ന വഴിക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഓറഞ്ചൊക്കെ തിന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറ്റം കയറാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്. ഇനി നമ്മൾ കയറ്റം കയറി നമ്മൾ മുകളിലേക്ക് എത്തും. ഇനി നമുക്ക് ഏതൊക്കെയുണ്ട് കൂടി ബാക്കിയുണ്ട്. ഒരു വെയിറ്റ് കുറച്ച് വെച്ചിട്ട് കയറുക. നമ്മളോട് തന്നെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇത്രയും വെയിറ്റ് വെച്ചിട്ടാണ് കയറുന്നത്. സീനാണ്. എന്നാലും നമ്മൾ ഇവരോട് തന്നെ പിടിച്ചു വെക്കുന്നുണ്ട്. ഞാനിത് അങ്ങനെ ചിത്രനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം എങ്ങോട്ടേക്കാ? പൊക്കാരക്ക് പോവാണോ? പൊക്കാരക്ക് നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോവാണോ അല്ലെങ്കിൽ? ഞാൻ മുസ്താങ് പോകുന്ന എനിക്ക് തിരിച്ച് ഇറങ്ങി വന്നതാ. ഗാസ വരെ പോയി. സൈക്കിൾ ഓട്ടിട്ടാ വന്നത്. 50 ദിവസമായി. ഇപ്പോൾ 53. നേപ്പാൾ മാത്രം 45-46 ദിവസമായി. ഇതാണല്ലേ വണ്ടി? എത്ര ലോഡ് ഉണ്ടാവും? ലോഡ് കറക്റ്റ് അറിയില്ല, ഞാൻ നോക്കിയില്ല. നല്ല ലഗേജ് ഉണ്ട് കേട്ടോ. ചവിട്ടി കറയിച്ചിട്ട് ബുദ്ധിമുട്ടാ. ഇനി പൊക്കാരക്ക് പോവാ? പൊക്കറ പോവും. എന്റെ സാധനങ്ങളുണ്ട്. ഞാൻ പൊക്കറക്ക് എന്തായാലും അവിടെ എന്തായാലും എത്തും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. പിടിക്കാനൊക്കെ പാടാ, ഫ്രണ്ടൊക്കെ ഊരിപ്പോവും. ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു ഇന്ന് ഇറങ്ങി വരുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടൊരു സന്തോഷം. അവരോട് തന്നെ ഞങ്ങള് പൊക്കാര വരെ പോവാ. വേറൊരു പുള്ളി സാപ്പിട്ടാച്ച് കഴിച്ച്. ഓക്കെ, നമ്മളിതാ അങ്ങനെ പൊക്കറാഴ്ച എന്തായാലും കാണാല്ലേ. രണ്ടുപേരെ ഇപ്പൊ വരുന്നവരും കിട്ടിയോ? ഞാൻ ഇതുവരെ ഒറ്റക്കായിരുന്നു.
ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് ഇവിടുന്ന് കിട്ടിയതാ ഇവർ രണ്ടുപേര്. ഇപ്പം നല്ല കമ്പനി ആയിട്ടുണ്ട്. എന്തായാലും സൈക്കിൾ ചവിട്ടി കേരളത്തിൽ ഇങ്ങോട്ട് വന്നൊരു മലയാളിനെ കണ്ടത് വളരെ അഭിമാനം. താങ്ക് യു. അടിപൊളിയായിരുന്നു യാത്ര. ഓക്കെ, ബസ് ഇപ്പോൾ എടുക്കൂ. അവരെന്താ വിചാരിച്ചത്, ഒരു ഫോറിനർ ഉണ്ട്, അവര് പറഞ്ഞു എന്റെ കൂടെ വാ, ഗാന്ധർവക്ക് നേരെ ഇങ്ങോട്ട് പോവാ. ഒന്നും നോക്കില്ല, അവരോട് ചാടിക്ക്. ഓക്കെ, ലഗേജ് ഒക്കെ പൊക്കരയിലേ ഉള്ളൂ. അവിടെ നിന്ന് മുസ്താങ് പോണം, സ്റ്റാർട്ട് ചെയ്യണം, അതിന് വേണ്ടിട്ടാണ്. പൊക്കരന്ന് കാണാന്നാല്. ഓക്കെ, ബൈ. ഓക്കെ, സീ യു. ഓക്കെ, ബൈ. പോവാട്ടോ. നമ്മളടുത്ത് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ പിടിക്കാൻ പറ്റൂല. അവർക്ക് സ്പീഡ് കയറി പോകാൻ പറ്റും, നമ്മളെ പോലെയല്ല. അപ്പോൾ അവർക്ക് പോകാണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേപ്പാൾ വിസ. അതുകൊണ്ട് തന്നെ അവർ വേഗത്തിൽ പോവാട്ടോ. നമ്മൾ കാരണം അവർ പോസ്റ്റാണെന്ന് വിചാരിച്ച് നമ്മൾ വളരെ സ്ലോയിലാട്ടോ പോകുന്നത്. അയ്യോ, ഈ ലഗേജും കൊണ്ട് നമുക്ക് മെല്ലെ പോകാൻ പറ്റുള്ളൂ, സ്പീഡിൽ പോകാൻ പറ്റില്ല. അവർ പോയി. ഒരു അമ്മൂമ്മയാട്ടോ വെറുതെ കൊണ്ട് പോകുന്നത്. ഇവരൊക്കെ ഇങ്ങനെ കേട്ടോ, ഇവിടുത്തെ ആൾക്കാരൊക്കെ തലയിൽ ഇങ്ങനെ ഇത്രയും വലിയ സാധനമാണെങ്കിലും എന്ത് വലിയ സാധനമാണെങ്കിലും തലയിലൊക്കെ വെച്ച് കൊണ്ടുപോയി പോകുന്ന മലയൊക്കെ കയറും ഇവർ ഇതൊക്കെ വെച്ചിട്ട്. നമുക്ക് ഈ സൈക്കിളും കൊണ്ട് കയറാൻ പറ്റുന്നില്ല. പക്ഷേ അവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ കയറുക. ഒരു ബിസ്ക്കറ്റ് തന്നാട്ടോ, ഇത് നല്ല ബിസ്ക്കറ്റ് ആട്ടോ, ആട്ട ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ കയറ്റം കയറി മടുത്തു കേട്ടോ. അങ്ങനെ വന്നേ കുറേ ബിൽഡിങ്ങുകളാട്ടോ ഇവിടെ. ഗ്രാമങ്ങൾ എന്ന് പറയാൻ ഭയങ്കര കയറ്റാണ്. മെല്ലെ കയറ്റിക്കൊണ്ടിരിക്കുക. ഇനി 1 കിലോമീറ്റർ കഴിഞ്ഞാലാറ്റാ ഇറക്കം വരിക. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന പോലത്തെ സ്ഥലങ്ങളൊന്നുമല്ല. ടോപ്പിലെത്താൻ നിമിഷങ്ങൾ മാത്രം. ഇവിടെ വലിയ ബിൽഡിംഗ് ഒക്കെ കേട്ടോ. സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. കയറ്റം തന്നെ കയറ്റം, ചവിട്ടി കയറാം കേട്ടോ, രക്ഷയില്ല. അയ്യോ, കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇനി നമുക്ക് ഡൗൺ ആണ്. ഇനി ഇറങ്ങി പോവാട്ടോ താഴോട്ട്. നമ്മളങ്ങനെ ഇതാ മൗണ്ടൻസ് കാണാൻ പറ്റും. അങ്ങ് ദൂരെയായിട്ട് ഫുള്ള് കോട പോലെ കയറിയിട്ട് മങ്ങി കിടക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇതാ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് അപ്രതീക്ഷിതമായിട്ട് ചിത്രനെ കണ്ടുമുട്ടി. വിചാരിച്ചിട്ടില്ല കണ്ടുമുട്ടുന്നത്. അപ്പോൾ പൊക്കാര എത്തിയിട്ട് പിന്നെയും കാണാമെന്നാണ് പറഞ്ഞത്. പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നു കേട്ടോ. എനിക്കറിയാം, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാണ്. പക്ഷേ മൂപ്പര് ഇതിൻ്റെ മുമ്പ് യാത്ര ചെയ്തതിനെ കൊണ്ട് കുറേ ഡിഫിക്കൽട്ടീസ് തരണം ചെയ്തിട്ടുണ്ടാവും. നമുക്ക് യാത്രയാണല്ലോ, അത് പറയാൻ പറ്റും. അപ്പോൾ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും പൈസ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചെങ്ങാട്ടോ, നല്ല സംസാരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവർ രണ്ടുപേരും എന്താ വിട്ടുപോയെന്ന് കാരണം വെച്ചാൽ അവർക്ക് വിസേൻ്റെ ഒരു ഇതുണ്ട്, ഒരു 5 ദിവസം കൂടി വിസ നേപ്പാളിലുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സ്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, കാരണം ഞാൻ കാരണം ബുദ്ധിമുട്ടണ്ട. അവർ പെട്ടെന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ നടക്കും. നമ്മൾ മെല്ലെ പോവാണ്, മലയൊക്കെ മെല്ലെ കയറാൻ പറ്റുള്ളൂ ഈ ഇത്രയും ലഗേജും വെച്ചിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് ലഗേജും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ ബേക്കിൽ മെല്ലെ വന്നോളാന്ന് പറഞ്ഞിട്ട് വിട്ടതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇറക്കാൻ തോന്നുന്നില്ല, നോക്കി നോക്കാം. ഇറക്കം വരും, ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് വന്നത്, താഴെ നിന്നാണ് വന്നത്. 1750 മീറ്റർ ഹൈറ്റിലാണുള്ളത്. അവിടെ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇത് അങ്ങ് മലേൻ്റെ മുകളിലൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ വീടുകളൊക്കെ ഇനി ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ. കുറേ നമ്മൾ ഇറക്കറിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി കാഴ്ച ഉണ്ട് കേട്ടോ. കാഞ്ചരായി നോക്കിക്കേ, ഫുള്ള് ഗ്രാമങ്ങൾ ഇങ്ങനെ താഴെ ഇങ്ങനെ വിച്ചലിമ്പിച്ച് കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. എന്ത് രസമാണ് കാണാൻ. അങ്ങൊക്കെ ഫുള്ള് വീടുകളും കാര്യം കേട്ടോ, മലേൻ്റെ മുകളിൽ. പിന്നെ അങ്ങ് നദി ഒഴുകുന്ന കാണാൻ പറ്റും, അങ്ങ് ഒഴുകി പോകുന്നതായിട്ട് കാണാൻ പറ്റും. കോട ആയതുകൊണ്ട് അങ്ങ് ദൂരത്തുള്ള ദൃശ്യം കാണുന്നില്ല. അതുപോലെ ഇവിടെയൊക്കെ നോക്കിക്കേ, ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി കേട്ടോ. അതാണ് ഞാൻ നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നത്. ഫോഗായതുകൊണ്ട് അധികം ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണൂല. ഓ, ഫുള്ള് സെറ്റ്. എൻ്റെ മോൻ എന്ത് രസമാണ് കാണാൻ. ഇവിടെ വലിയതോ ടൗൺ എത്തി കേട്ടോ. 1:30 സമയം. ഇനി നമുക്ക് കുറേ ദൂരങ്ങൾ പോകാനുണ്ട്. കുറച്ചിറങ്ങി വന്നു കേട്ടോ, നല്ല സ്പീഡിൽ ഇറങ്ങി വന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ വലിയ ബിൽഡിങ്ങുകളാട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റ് ഇതാ അങ്ങ് അവിടെ തന്നെ ആയിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല. എനിക്ക് ഏറ്റവും കയറാണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഏക്ക് മിനിറ്റ്. നമ്മളങ്ങനെ ഇവിടുന്ന് പഴം വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. 150 രൂപയാണ്. 50 രൂപയ്ക്ക് നമ്മൾ പഴം വാങ്ങി കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പോൾ ഇതാണ് ആ ടൗണിൻ്റെ പേര്. ഏ ഗാവ് കാ നാം ക്യാ ഹൈ? നൗറഡ എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. എന്താല്ലേ, നല്ല അടിപൊളി മനോഹരമായ സ്ഥലം. വിജനമായ 4 വരിപ്പാത.
4 വരി പാതയിൽ കൂടെ കേട്ടോ നമ്മൾ പോകുന്നതാ. അവരും ഉണ്ട് കേട്ടോ നമ്മൾ ഓടി, അവർ നമ്മളെ കണ്ടു കിട്ടി. ഞാൻ ഇറക്കത്തുനിന്ന് ഫാസ്റ്റായിട്ട് ഇറങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര പവറുണ്ട്, കാരണം ഇത്രയും ലഗേജ് ഉള്ളതിനെ കൊണ്ട് വണ്ടി പോകുമെന്ന് പറഞ്ഞ് പോകും. അങ്ങനെ അവരെ നമുക്ക് തിരിച്ചു കിട്ടി. അവരോട് തന്നെയാണ് നമ്മളിപ്പം പോകുന്നത്. വലിയ മലേൻ്റെ സൈഡിൽ കൂടെ കേട്ടോ പോകുന്നത്, 4 വരി പാത. സുയിക്കത്ത് ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ റോഡും ഫുള്ള് വലിയ മലകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞെടുക്കാട്ടോ. മൗണ്ടൻസ് നോക്കിക്കേ, എന്ത് വലുതാലേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്താണെങ്കിലും ഹോട്ടലാണെങ്കിലും എന്താണെങ്കിലും ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കാണ്. എന്ത് രസമാണെന്ന് അറിയാം കാണാൻ. പക്ഷെ വലിയൊരു സിറ്റി ആട്ടോ ഇത്. അതുപോലെ ഇതാ ഇവരും നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്, പറന്ന് വന്നുകൊണ്ടിരിക്കുക. 2 പേരും ഉണ്ട്. ഞങ്ങൾ അടിച്ചു മിനിച്ച് പോവാട്ടോ. ഡൗൺ ഹില്ലിന്റെ പവർ പറയാ. കേറ്റാണ് പാട്, നമുക്ക് ഇറക്കം ഭയങ്കര സിമ്പിളായിട്ട് ഇറങ്ങാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഇറങ്ങിക്കൊണ്ട് പോവാട്ടോ. നമ്മളങ്ങനെ പൊക്കാരൻ്റെ ഔട്ടറിലെത്തി കേട്ടോ. ഇവർ 2 പേരും കൂടെ ഉണ്ട്. അങ്ങനാട്ടോ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ റോഡൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഓഫ് റോഡാണ് ഇവിടെ. ഇവിടെ കുറച്ച് ദൂരമായി, 2 കിലോമീറ്റർ ആയിരിക്കും തന്നെ. നമുക്ക് അങ്ങോട്ടേക്ക് എത്തുന്നവരെ അറിയാൻ പറ്റും. ബൈ. അപ്പോൾ ഇവർ നമ്മൾ പോവാണ്, പക്ഷേ പോവില്ല, നമ്മൾ ഇനിയും കാണും ഇവരെ കേട്ടോ. നമ്മളിവരെ കോൺടാക്ട് ചെയ്യും, വാട്സാപ്പ് നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ നമ്മൾ കുറച്ച് ദിവസം കറങ്ങിയിട്ടൊക്കെ പോവുള്ളൂ. നല്ല ആൾക്കാരാട്ടോ, അപ്പോൾ അവർ ലേക്ക് സൈഡിലേക്കാണ് പോകുന്നത്. നമുക്കിനി കോൺടാക്റ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് റൂമൊക്കെ റെഡിയാക്കാനുണ്ട്. നമ്മളിപ്പോൾ കറക്റ്റ് പൊക്കാര സെൻട്രലിലാട്ടോ ഉള്ളത്. കടകളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. വലിയൊരു സിറ്റിയാണ് കേട്ടോ, ഫുൾ ട്രാഫിക് അവിടെയൊക്കെ. വലിയ ട്രാഫിക്കൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ അത്ര ട്രാഫിക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. നമുക്ക് സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് പോകാനുണ്ട്. മാപ്പ് നോക്കി പോവാട്ടോ. ഇത് വന്ന വഴി തെറ്റാണ്, നേരെ ഇനിയും പോകാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പൊക്കാരയിലെ മിയാപ്പാട്ടൻ്റെ സൈഡിലുള്ള ഒരു സംഘം തോല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇതാ നമ്മളെ കൂടെ തന്നെ ഇവനും ഉണ്ട്. നമ്മൾ ഇവൻ്റെ വീട്ടിലാട്ടോ ഇന്ന് നിൽക്കുന്നത്. ഇവനുണ്ട് കേട്ടോ നമ്മളിവിടെ തന്നെ. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. രാത്രിയായി കേട്ടോ. ഇവിടെ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഈ കടകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൂട്ടും. ആകെ 2, 3, 4 കടകൾ മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം പൂട്ടിയിട്ടാണുള്ളത്. രാത്രിയിൽ ഇവിടെ എവിടെയോ വന്നതാട്ടോ. സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കൊട്ടാരയിൽ സൈക്കിളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ ഇവിടെ രാത്രിയാണ് ഈ സമയമൊക്കെ. ഒരു വണ്ടിയും കൊണ്ട് പറന്നു പോകുന്നുണ്ടോ. പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ, കുറേ പിള്ളേരും എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടോ. ഇവിടെയാണ് ഞാൻ കുറച്ച് ടൗണായിട്ട് കണ്ടിട്ടുള്ളൂ, കാരണം ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ട്. മെയിൻ ടൗണിലേക്കല്ല കേട്ടോ നമ്മളുള്ളത്. നമ്മൾ മെയിൻ ടൗൺ വിട്ടിട്ട് ഉള്ളിലോട്ടാണല്ലോ, ഒരു 4.5 കിലോമീറ്റർ ഉള്ളിലോട്ട്. ഈടാട്ടോ ഇവിടെ മൊത്തം. तुम्हारा नाम क्या है? മുസ്തഖീം മിയ എന്നാട്ടോ. നമ്മൾ ഇവിടെ ഇങ്ങനെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ സുർക്കിത്തിൽ നിന്നിട്ടില്ലായിരുന്നു. നമ്മൾ സുർക്കിത്തിൽ നിന്ന സ്ഥലത്തുള്ള മൂപ്പരെ ഭാര്യയുടെ വീട്ടിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. അവിടെ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്. നമ്മളിപ്പോൾ അവരെ കൂടെയാണ് താമസിക്കുന്നത്. അതുപോലെ നമ്മൾ വെറുതെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവരെ ബ്രദറാട്ടോ ഇത്. അപ്പോൾ അവരോട് തന്നെയാണ് നമ്മളുള്ളത്. നല്ല കുറേ കമ്പനീസ് നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലത്ത് പോകാനും പറ്റുന്നുണ്ട്. ചോട്ടാ കെവിൻ്റെ കമ്പനിയാട്ടോ. ചോട്ടാ കെവിൻ്റെ കമ്പനിയാണ്. ഇവരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞങ്ങനെ നടക്കാറുണ്ട്. ഇത് രസമല്ലേ. ഹായ്. ഇവിടുത്തെ വലിയൊരു സ്കൂളാട്ടോ. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ, ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സ്കൂളാട്ടോ. വലിയ സ്കൂളാണ്. ഇത് കണ്ടോ, ഫുൾ ടിബറ്റിൻ്റെ ഫ്ലാഗ് ആട്ടോ ഇവിടെ മൊത്തം. പക്ഷെ നമ്മൾ ടിബറ്റിൻ്റെ ആൾക്കാരൊന്നും ഇവിടെ കണ്ടിട്ടില്ല. ഇതൊരു ടിബറ്റൻ കമ്മേ ജ്യാദ തന്നെ എന്നാ. ഇവിടെ നമ്മൾ നേപ്പാളിൽ വന്നിട്ട് ഇതുവരെ അങ്ങനെ ഒന്നും ആരെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവരും പറയുന്ന പോലെ നേപ്പാളും ചീന അവരത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാട്ടോ ഇവിടെ ഉള്ളത്. ഓ, അടിപൊളി സ്ഥലമാട്ടോ. പക്ഷേ നമുക്ക് രാവിലെയൊക്കെ വന്ന് കാണാൻ. നാളെ നമുക്ക് രാവിലെ ഇറങ്ങിയിട്ട് ഫുള്ളായിട്ടൊന്ന് തപ്പിയെടുക്കണം ഇവിടെയൊക്കെ. നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് വന്ന കേട്ടോ. ഇന്നലെ നിന്ന സ്ഥലമൊക്കെ കാണിച്ചിട്ടില്ല, കാരണം അവിടുത്തെ ആൾക്കാർ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കണ്ട. അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. നേരെ ഇല്ല പറയാ. അപ്പോൾ നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ നിൽക്കുന്ന ആരാ നോക്കി ചായ പിടിച്ചോണ്ട്.
നമ്മളെ സ്വന്തം ചിത്രം ബ്രോ ആട്ടോ. സുഹൃത്തുക്കളെ നമസ്കാരം. സുഹൃത്തുക്കളെ എന്നുള്ള സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാ സ്ഥലത്തും. അതിപ്പോ അടിച്ചടിച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളങ്ങനെ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെയും നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഇന്ന് ഇവിടെ വന്നാട്ടോ. ഈ ലേക്കിന്റെ പേരെന്തായിരുന്നു? ഫേവ ലേക്ക്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലേക്ക് അല്ലേ? നേപ്പാളിലെ ഗണ്ഡകി പ്രൊവിൻസിൽ ഉക്രയിൽ വരുന്ന ഒരു തടാകമാണ് ഫേവ എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടിങ് കാര്യങ്ങള് കൂടാത്ത ഒരു അന്നപൂർണ്ണ റേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഭാഗത്താണ്. ഇതാ ഇവിടെ കണ്ടോ, ഇതാണ് അന്നപൂർണ്ണ റേഞ്ച്. നമുക്കിങ്ങനെ മഞ്ഞുമലയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അങ്ങ് വരെ. എന്ത് രസാലേ, ഒരു സ്ഥലത്തുനിന്ന് സിറ്റിയിൽ നിന്ന് ഇങ്ങനെ കാണുന്ന വ്യൂ ആണിത്. നമ്മൾ ഇതുവരെ ഈ മസ്താങ്ങിൽ പോയ സമയത്തൊക്കെ ഇതിന്റെ ചെറിയ ഭാഗം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരുന്നു. ഇവിടെ സിറ്റിയിൽ വന്നപ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ, മലനിരകളായിട്ട്. അതുപോലെ പൊക്കറ ഒരു ആഡംബര പട്ടണമാണ് നേപ്പാളിലെ. ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഫേമസ് ആയ ഒരു പട്ടണമാണ് പൊക്കറ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ടോ, നിങ്ങൾക്കിവിടെ ജീവിക്കാം. ചെറിയ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാം. കാരണം ഇവിടുത്തെ ഗ്രാമവാസികളാണ്, ഉൾഗ്രാമങ്ങളിലെ ആൾക്കാരില്ലേ, അവരൊക്കെ വന്ന് അവർക്ക് പൈസ ആക്കാൻ പറ്റിയ ഏക മാർഗം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യമാണ്. കൂടാതെ നേപ്പാളിലെ പൊക്ര കാഠ്മണ്ഡുവാണ്. പ്രകൃതി ഇവർക്ക് എന്താണ്, പ്രകൃതി വെച്ചിട്ട് പൈസ ആക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഓരോ ടൂറിസ്റ്റ് ലൊക്കേഷനിലും ചെറിയ ചെറിയ ചായക്കടകളായിട്ട് ഒരു ഡിഫറൻ്റ് ആണ്. വരണം കേട്ടോ, ആൾക്കാരൊന്നും വന്ന് ദ്രോഹിക്കത്തില്ല. ഒരു എന്താണ് ശാന്തത ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. വരുക ഇതൊക്കെ കണ്ടോ, ആൾക്കാർ ഇങ്ങനെ ഇതാക്കുകയാണ്. അതുപോലെ ഇതാ ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പൈസ കൂടുതല ബോട്ടിങ്ങിനൊക്കെ പൈസ കൂടുതലല്ല. അതുപോലെ ഇതാ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലേക്ക് സൈഡിൽ മൊത്തമായിട്ട് കുറേ കടകളുണ്ട്. കാരണം കുറേ ഫോറിനേഴ്സ് വരുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇഷ്ടം പോലെ ഫോറിനേഴ്സ്. നമ്മുടെ നാട്ടിൽ കൊച്ചിയൊക്കെ, ഫോർട്ട് കൊച്ചി പോലത്തെ ഒക്കെ സ്ഥലമാണ് ഇവിടെ. ഇഷ്ടംപോലെ ഫോറിനേഴ്സിനെ കാണാൻ പറ്റും. ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ 28 ലക്ഷം രൂപയാണ് നേപ്പാൾ പൈസ വരുന്നത്. 28 ലക്ഷം രൂപയാണ് നമ്മളെ ഓൾട്ടോന് വരുന്നത്. നമ്മളെ നാട്ടിൽ 2 ലക്ഷം 3 ലക്ഷം രൂപക്കൊക്കെ കിട്ടുന്ന സാധനമാണ്. ഈ രാജ്യം നേപ്പാളിൽ 7 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഈ 7 സംസ്ഥാനങ്ങൾ ഉള്ളെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റ് അത്ര നല്ലതല്ല. ആരോട് ചോദിച്ചാലും ഗവൺമെന്റ് ഇവിടെ നല്ലതല്ല. ഇവിടെ പ്രധാനമന്ത്രി വന്നാൽ പോലും ചുരുങ്ങിയത് 5-10 ആൾക്കാരെ കൂടി ഉണ്ടാകും, പോലീസോ ആർമിയായിട്ട്. ഗ്രാമവാസിൽ ഒരാളും കാണാൻ പോലും പോകില്ല. കാരണം ഗ്രാമവാസിൽ അവനവന്റെ കയ്യിലെ പൈസ എടുത്തിട്ട് ജീവിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉള്ളത്. ഈ 28 ലക്ഷം ഇവിടെ വരണമെന്ന് ബ്രോക്ക് നമ്മൾ ചിന്തിക്കാം എത്രത്തോളം കറപ്ഷൻ ഈ രാജ്യത്തുണ്ടെന്ന്. നല്ല കറപ്റ്റഡ് ആയിട്ടൊരു രാജ്യമാണ്. നമ്മൾ വന്ന റോഡും കണ്ടാൽ മനസ്സിലാവും. കാരണം എത്രയോ ആൾക്കാർ മസ്താങ്ങിലേക്ക്, അതേപോലെ തന്നെ ആ മറ്റേ ഒരു അമ്പലം ഉണ്ടായിരുന്നല്ലോ അവിടെ, മുക്തിനാഥിലേക്ക് ഇഷ്ടം പോലെ ഇന്ത്യൻസ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ട് പോലും അത്രയും പൈസ അങ്ങനത്തെ അങ്ങോട്ടേക്കുള്ള വരുമാനം പിന്നെ ഭയങ്കരമാണ്. അപ്പോൾ റോഡ് എന്ന് പറഞ്ഞ സാധനം ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അവരെല്ലാം കറപ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പ്രധാനപ്പെട്ട കാര്യം വിചാരിച്ചാൽ ഈ ലോകത്തിൽ ഈ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്താൽ ഈ ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ടൂറിസ്റ്റ് രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം കൂടിയാണ് നേപ്പാൾ. കാരണം പ്രകൃതി ഇപ്പോഴും ഒറിജിനൽ ആയിട്ട് ഇവിടെ ഉണ്ട്. അതെ, എവറസ്റ്റും അന്നപൂർണ്ണ, എവറസ്റ്റ് ഒക്കെ കയറാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. കുറെ ഇപ്പോൾ എവറസ്റ്റ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ രാജ്യം ഇന്ത്യനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ സെൽഫ് ഡിപ്പെൻഡ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യത്തിന്. പക്ഷേ ഈ രാജ്യത്തിന് ഇപ്പോഴും ഇല്ല. പക്ഷേ എന്തെങ്കിലും ഈ രാജ്യം ഡെവലപ്പായി ഇരിക്കുവാണെങ്കിൽ ഈ ലോകത്തിൽ തന്നെ സുന്ദരമായ ഒരു രാജ്യമാണ്. അതേപോലെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം അത്രമാത്രം പ്രകൃതി ഉണ്ട് ഈ രാജ്യത്തിന്. ഇവിടുത്തെ ആൾക്കാരും അടിപൊളി ആൾക്കാരാണ്. നമ്മളെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം, ഇവിടുത്തെ ആൾക്കാർ ഇതിനെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. നമ്മളെ എവിടുന്നാണോ എന്താന്ന് പോലും അറിയാണ്ട് അവളെ നമ്മളങ്ങ് സ്നേഹിച്ച് കൊല്ലുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിപ്പം പോയിന്റ് എന്നൊക്കെ പറയുന്ന കീടാണുക്കൾ പറയില്ലേ, അതുപോലെ ആൾക്കാർ മാത്രമേ നല്ലതല്ലാണ്ടുള്ളൂ. ബാക്കി മിക്ക ആൾക്കാരും നല്ല ആൾക്കാരാട്ടോ. ഗ്രാമങ്ങളിലെ ആൾക്കാരൊക്കെ ഭയങ്കര പാവങ്ങളാണ്. അവരടുത്ത് പൈസ ഇല്ലെങ്കിലും നമ്മളെ നല്ല രീതിയിൽ അവർ സ്നേഹിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. ലോക്കൽ ഭക്ഷണമൊക്കെ അവർ നമുക്ക് പുറത്തുനിന്നൊക്കെ 250 രൂപ കിട്ടുന്ന ചോറും കറിയൊക്കെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരികയാണ്. എന്ത് നല്ല ആൾക്കാരാണെന്ന് അറിയാമോ. വരണം, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം അയൽരാജ്യമായ നേപ്പാളിൽ വരണം. എന്തായാലും വരണം. അത് നമുക്ക് പൈസയൊന്നും ആവശ്യമില്ല. മെയിനായിട്ട് കയറാൻ വേണ്ടിയിട്ട് വരെ കുറച്ച് പൈസ നേപ്പാളീസ് നമ്മളെ 1.6 ഉണ്ട് നമ്മളെ നേപ്പാളീസ് പൈസ. 1.6 വാല്യൂണ്. ഇന്ത്യയിലെ 1 രൂപ ഇവിടെ 6 രൂപയാണ്. 10,000 രൂപ ഉണ്ടെങ്കിൽ 16,000 രൂപ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്ഥലം കാണാനും പറ്റും. ചെറിയ പൈസ ഉണ്ടെങ്കിൽ ഓരോ വണ്ടി കയറിയിട്ട് ഇങ്ങനെ മാറി പോകാൻ പറ്റും. ടെന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ ചോദിച്ചാൽ അവിടെ ടെന്റ് അടിക്കാനുള്ള സമ്മതം അവർ തരും. അങ്ങനത്തെ നല്ലൊരു സ്ഥലമാണ്. ഞാൻ മൊത്തം ടെന്റ് അടിച്ച് റൂമൊന്നും എടുക്കാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബ്രോ ഇതിന്റെ മുമ്പ് കുറേ അങ്ങനെ പോയിട്ടുണ്ട്. കുറേ യാത്രകൾ പോയിട്ടാണ് ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ എത്തിയത്. ബ്രോനെ കണ്ടതിൽ വളരെ സന്തോഷം, പിന്നെയും കണ്ടതിൽ. കാരണം ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചുകൂടി സംസാരിക്കണം. ആ ഫോറിനേഴ്സ് ഡിസ്റ്റർബ് ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയതിന് സന്തോഷമേ ഉള്ളൂ. എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ മലയാളികൾ കാണുന്ന നിങ്ങളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വരുമ്പോഴാണ് എന്തായാലും സന്തോഷത്തോടെ യാത്ര ചെയ്യും. അതെ, അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാ റെക്കോർഡ് തന്നെ 5 മിനിറ്റ് റെക്കോർഡ് കൊടുക്കുക. സ്റ്റോറേജ് കുറച്ചുണ്ട്. അപ്പോൾ ഓക്കെ, ചിത്രം നമ്മള് വിടവാങ്ങുകയാണ്. ബായ്.
പിന്നെ കാണാം. ഓക്കെ പോവാട്ടോ, റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളും പോവാണ്. കുറേ നേരം സംസാരിച്ചു കേട്ടോ, ഇഷ്ടംപോലെ സമയം നമ്മളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. റൂമിൽ മെല്ലെ ആയിട്ട് നമ്മളെ വിടവാങ്ങുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ലേക്കിൻ്റെ സൈഡിലാട്ടോ, പൊക്കാരൻ്റെ. ഇവിടെ നമുക്കിതാ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ്. ഒരു മാറ്റമില്ല. ഈ സ്ഥലമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വെറുതെ ലേക്ക് ചുറ്റി കാണാം, എന്നിട്ട് പോവാം കേട്ടോ. നമ്മളിപ്പോൾ ഫ്യൂ ലേക്കിൻ്റെ സൈഡിലാട്ടോ ഉള്ളത്. ഇഷ്ടംപോലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഡാൽ ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ആട്ടോ. കണ്ടോ, ഫുള്ള് ബോട്ടിംഗ് ആണ് ഇവിടെയൊക്കെ. ഡാൽ ലേക്കിൻ്റെ, ശ്രീനഗറിലുള്ള ഡാൽ ലേക്കിൻ്റെ ആ ഒരു മോഡലാണ് ഇതുവരെ ഉള്ളത്. വലിയ മലനിരൻ്റെ ഇടയ്ക്ക് ഒരു ലേക്ക്, ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. അങ്ങ് മലനിരയൊക്കെ കാണാൻ പറ്റും ഫുള്ളായിട്ട്. അപ്പോൾ നല്ല പൈസയാണ്. നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല, ഇവിടുത്തെ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇങ്ങെത്തിയിട്ട് ഇവിടെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ, അപ്പോൾ എന്തായാലും വന്ന് അപ്പോൾ ഒന്ന് കാണാൻ വിചാരിച്ച്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ലേക്കാണ്. അപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ ബോട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ ആട്ടോ പൊക്കാരേരി. നമുക്കിത് അങ്ങ് നമ്മൾ അന്നപൂർണ്ണ റേഞ്ചസ് കാണാൻ പറ്റും, മഞ്ഞുമല കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഫ്യൂ ലേക്ക്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ നിന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാട്ടോ ഇതുള്ളത്. നോക്കിയേ, ഫുള്ള് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മഞ്ഞുമലയും കാണാൻ പറ്റുന്നുണ്ട്, അന്നപൂർണ്ണ റേഞ്ചസ്. എന്ത് രസമല്ലേ. ഇവിടെ ആർമിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ അവിടെയൊക്കെ സീറ്റിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, വെറുതെ എന്തിനാണെന്നൊന്നും അറിയില്ല. നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. നമ്മൾ ലേക്ക് സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ വെറുതെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. വെറുതെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു രസം. വെറുതെ എന്തായാലും അവിടെ നിൽക്കുന്നതിന് കണ്ടാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇവിടെയൊക്കെ കടകളും ഷോപ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവാണ്. മഞ്ഞുമലയൊക്കെ കണ്ട് മെല്ലെ പോവാട്ടോ. അവിടെ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷയില്ല, വലിയൊരു സിറ്റിയാണിത്. ഇവിടെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സൈക്കിളൊക്കെ റെൻറ്റിന് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സൈക്കിള്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് സൈക്കിൾ റെൻറ്റിന് അടിച്ചിട്ട് ഇപ്പോൾ ലേക്ക് സൈഡൊക്കെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ ബൈക്കും കാര്യങ്ങളൊക്കെ റെൻറ്റിനുണ്ട് ഇവിടെ. എല്ലാ സാധനവും ഇവിടെ റെൻറ്റിന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു സിറ്റി ടൈപ്പ് ഏരിയ കേട്ടോ. നമ്മളെ എന്താ പറയുക, കൊടൈക്കനാൽ ലേക്ക് സൈഡില്ലേ, അതിൻ്റെയൊക്കെ വേറെ ലെവലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഡാൽ ലേക്കിൻ്റെ ഒക്കെ വേറെ ലെവലാട്ടോ ഇവിടെ ഉള്ളത്. ഡാൽ ലേക്ക് ഒന്നുമല്ല, അതിൻ്റെ സൈഡിലേക്കാടി കൂടുതൽ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. മെയിനായിട്ട് പൊക്കാരൻ്റെ സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം. നമ്മളിപ്പോൾ ലേക്ക് സൈഡിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡിലാട്ടോ ഉള്ളത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ലേക്ക് സൈഡ് കണ്ടോ. ഈ ഒരു ലേക്ക് സൈഡ് റോഡ് വരുന്നത് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ ആ വന്ന വഴിയാണ് വന്നത്. അവിടെ വന്നപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഷോപ്പുകൾ മാത്രമായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഷോപ്പുകൾ മാത്രമായിരുന്നു, ലേക്കില്ലായിരുന്നു. കൊടൈക്കനാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ലേക്കിൻ്റെ സൈഡിൽ കൂടി. ഇപ്പോഴാണ് നമുക്ക് ആ ലേക്കിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് വന്നിട്ടുള്ളത്. അതുവരെ ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടൊരു വഴി ഉണ്ടായിരുന്നു, ആ ഒരു വഴി ആട്ടോ. ഇതിങ്ങനെ തന്നെ നടന്ന് നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ലേക്കിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും കറങ്ങി പോകാനുണ്ട്. വെറുതെ നിൽക്കുന്ന സമയം കൊണ്ട് നമുക്കിങ്ങനെ നടന്ന് പോവാം. ഫിവ ലേക്ക് ആട്ടോ ഇത്. എന്ത് രസമല്ലേ കാണാൻ. മറ്റേ ഡാൽ ലേക്കിൻ്റെ സമാനമായിട്ടുള്ളൊരു ലേക്കാണിത്. ഇവിടുത്തെ ഒരു വ്യൂ കണ്ടോ, ഫുള്ള് ബിൽഡിംഗ് ആട്ടോ. അങ്ങ് കാണാൻ പറ്റും, ഇഷ്ടംപോലെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ അവിടെ കണ്ടോ ഒരു നമ്മളെ ആകാശത്തൊട്ടിലൊക്കെ ഉണ്ട്. എന്തോ ഫെസ്റ്റിവലോ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാട്ടോ. അതുപോലെ ഇഷ്ടംപോലെ ബിൽഡിങ് ഇങ്ങനെ നിരന്ന് കിടക്കണ്ട ഫിവ ലേക്കിൻ്റെ സൈഡിലായിട്ട്. നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. നമ്മളപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. നേരെ ഇറങ്ങി പോവാട്ടോ. ഇനി അങ്ങോട്ടേക്ക് വേറെന്തല്ലോ കാണാണ്ടെന്ന് എനിക്ക് അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കണം, എന്താണെന്നറിയില്ല. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എഡിനെ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേരം കൂടി സംസാരിച്ച് നമ്മൾ പോകുന്ന വഴി കണ്ടോ കേട്ടോ. ബായ്. നമ്മൾ കുറച്ചേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇനി നമ്മൾ തിരിച്ചു പോവാണ്. കുറച്ചേരം സംസാരിച്ചു കേട്ടോ. നമ്മളിങ്ങനെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തറ. നമ്മൾ കാണൂല എന്ന് വിചാരിച്ചാണ്, പക്ഷേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്കൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാട്ടോ കണ്ടത്. ഇവിടെ നിന്നൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് അന്നപൂർണ്ണേൻ്റെ ഫുൾ മൗണ്ടൻ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിടക്കുന്നുണ്ടോ, എന്ത് രസമാണ്. നമുക്കിങ്ങനെ ഫുള്ളായിട്ട് പിന്നെ അടുത്തുനിന്ന് കാണാൻ പറ്റി. അങ്ങനെ വീഡിയോ എടുത്താണ്. നോക്കിക്കേ, നമ്മുടെ പൊക്കാര ടൗണാണിത്. അവിടെ നിന്നാണ് ഈ വ്യൂ കാണുന്നത്. അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങൊക്കെ കാണാൻ പറ്റും നമുക്ക്. അന്നപൂർണ്ണ റീജിയനാണ് കേട്ടോ ഇത് മൊത്തം. അയ്യോ,
നല്ല രസമുണ്ട് കാണാൻ, നല്ല വ്യൂ, നല്ല സ്ഥലം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ബേക്കി കാണുന്ന മൗണ്ടൻ കണ്ടുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാട്ടോ. നമ്മളെ ചിത്രനെ പരിചയപ്പെട്ടതും ഫോറിനേഴ്സിൻ്റെ കൂടെ സൈക്കിളിൽ വന്നതൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ അടുത്ത കാഴ്ചകൾ എന്തെങ്കിലും മനോഹരമായിരിക്കും വിചാരിക്കുന്നു. ട്രക്കിങ്ങിനൊക്കെ കുറേ സ്ഥലത്ത് പോകാനുണ്ട്, അതുപോലെ തന്നെ ആളുകളും വരുന്നുണ്ട് കേരളത്തിൽ നിന്ന്. അപ്പോൾ അവരോടൊപ്പം ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.